BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ എല്ലാവരും, പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുമായി സംവദിക്കും എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി കോർപ്പറേഷൻ്റെ ഭരണം ജനങ്ങൾ BJPക്ക് നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയ ദിവസം അതുവരെ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെയൊക്കെ തന്നെ തുടർഫലമായി ലഭിച്ച വിവരങ്ങൾ ഒരു കരട് റിപ്പോർട്ടായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കയ്യിൽ സമർപ്പിക്കുകയുണ്ടായി. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് ഒരു പ്രതീക്ഷയാണ്. തിരുവനന്തപുരത്തെക്കുറിച്ച് നടന്ന പല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വരെ ലഭിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഇനിയും 5 വർഷം കൊണ്ട് തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം, ഏതു തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ള BJPയുടെ കാഴ്ചപ്പാടിൽ ഇനിയും കുറേ കൂടി ചർച്ചകൾ നടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ വികസന സെമിനാർ, BJPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുറച്ച് കോൺക്ലേവുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലും ചില കോൺക്ലേവുകൾ നടക്കുവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം ഡൽഹിയിലെത്തി PMOയുമായിട്ടും കൺസേൺഡ് മിനിസ്ട്രീസുമായിട്ട്, മന്ത്രാലയങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുക. എന്നാൽ പ്രധാനമന്ത്രിയുടെ മുൻപാകെ ഞങ്ങൾ നടത്തിയ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പിന്തുണയും ആ സമയം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതിലൂടെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച വികസന രേഖ, പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചു വികസന രേഖ എവിടെയെന്ന്. അതുമായി തുടർന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞങ്ങൾ ചിട്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്.